കാളകെട്ടിയിൽ നിന്നും 1 കിലോമീറ്റർ താഴെയാണ് അഴുതക്കടവ്. അഴുതാ നദിയാണ് ഇതിലെ ഒഴുകുന്നത്. ഇവിടെ കടവിന് മുകളിലായി ഒരു ശങ്കരനാരായണ ക്ഷേത്രമുണ്ട്. കോയിക്കക്കാവും കാളകെട്ടിയുമൊക്കെ ഒഴിവാക്കി എരുമേലിയിൽ നിന്നും ഇവിടെ വരെ വാഹന സൗകര്യവും ലഭ്യമാണ്. ഏതാണ്ട് 13 കിലോമീറ്ററോളം ദൂരമാണ്, അതുകൊണ്ട് തന്നെ കുറഞ്ഞു കിട്ടുക. ശരിക്കും അഴുതക്കടവ് മുതലാണ് കാനനപാത തുടങ്ങുന്നതും. മലയരയ സമുദായത്തിന് കീഴിലുള്ളതാണ് ഇവിടുത്തെ ശങ്കരനാരായണ ക്ഷേത്രവും. പുരാതനമായൊരു ക്ഷേത്രമാണിത്. ഒരു മതിൽക്കെട്ടിനുള്ളിൽ 2-3 ശ്രീകോവിലുകളും ഉപദേവതാ പ്രതിഷ്ഠകളും ഒരു കളരിയുമൊക്കെയാണ് ഇവിടെയുള്ളത്. പ്രധാന പ്രതിഷ്ഠ ശങ്കരനാരായണമൂർത്തിയാണ്. തെക്കുവശത്തായി അഴികളിട്ട് മറച്ച തലപ്പാറമലയുടെ ഒരു ശ്രീകോവിലുണ്ട്. ഉള്ളിലായി ഒരു ബാണലിംഗവും പുറകിലായി പട്ടിട്ട് മൂടിയ ഒരു പീഠത്തിൽ വാളും ചിലമ്പുമൊക്കെ വെച്ചിരിക്കുന്നതും കാണാം. പിന്നെ ഗണപതി, സുബ്രഹ്മണ്യൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രത്തിന് മുൻവശത്തു കൂടിയുള്ള വഴി ഇറങ്ങി ചെല്ലുന്നത് അഴുതക്കടവിലേക്കാണ്. നദീതീരത്തായി ഒരു വാച്ച് ടവറും താഴെ ഒരു ഓക്സിജൻ പാർലറും നദിയുടെ അക്കരയും ഇക്കരയുമായി ധാരാളം വിരിപ്പന്തലുകളും കടകളും ഒക്കെ കാണാം. ഇവിടെ വലതുവശത്തുകൂടി മുകളിൽ നിന്ന് വരുന്ന വഴിയാണ് പാരമ്പര്യപാത. കാളകെട്ടി വഴി നടന്നു വരുന്നവർ ഇറങ്ങി വരുന്നത് ഇതുവഴിയാണ്. നദിയിലധികം ജലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ഇറങ്ങി മുങ്ങിക്കുളിക്കാം. നല്ല തെളിഞ്ഞ കണ്ണുനീര് പോലെയുള്ള ജലം. ഇത്രയും നേരത്തെ യാത്രയുടെ ക്ഷീണം ഈ തെളിനീരിൽ ഒന്ന് മുങ്ങിക്കയറിയാൽ തന്നെ മാറും. അഴുതയിൽ മുങ്ങുമ്പോൾ നദിയിൽ നിന്നും ഒരു കല്ലെടുത്ത് തോർത്തുമുണ്ടിലോ മടിയിലോ കെട്ടി സൂക്ഷിക്കണം. ഇത് കല്ലിടാങ്കുന്നിൽ നിക്ഷേപിക്കാനുള്ളതാണ്. കുളി കഴിഞ്ഞാൽ മുകളിലുള്ള ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ട് വേണം വീണ്ടും യാത്ര ആരംഭിക്കുവാൻ. അഴുതാനദിക്ക് ഉറകെ ഒരു ചെറിയ പാലം നിർമ്മിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് താൽക്കാലിക പാലമോ കടത്തുവഞ്ചിയോ ഒക്കെയായിരുന്നു ആശ്രയം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു പാലം ഇവിടെ നിർമ്മിച്ചത്. അഴുതയിൽ വിരിവയ്ക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമൊക്കെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അത്യാവശ്യം വൈദ്യസഹായവും. അയ്യപ്പന്മാരുടെ ഒരു പ്രധാന ഇടത്താവളമാണിത്. പമ്പയുടെ ഒരു പോഷക നദിയാണ് അഴുത. നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു പ്രദേശമാണിത്. കാനന ഭംഗിയൊക്കെ കണ്ട് അഴുതയിൽ കുളിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഭജനയുമൊക്കെ നടത്തി ഒരു ദിവസം വിശ്രമിച്ചിട്ടാണ് പണ്ടുകാലത്തുള്ളവർ ഇവിടെ നിന്നും യാത്ര തുടർന്നിരുന്നത്. പാലം കടന്നു ചെന്നാൽ ഇനിയുള്ള യാത്ര പെരിയാർ കടുവാസങ്കേതത്തിനുള്ളിലൂടെയാണ്. ശരിക്കും കാനനയാത്ര തുടങ്ങുന്നതും അഴുതക്കടവ് മുതൽക്കാണ്. ഇവിടെ വനം വകുപ്പിൻ്റെ ഒരു ഓഫീസുമുണ്ട്. 2:30 മുമ്പ് ഇവിടം കടന്നു പോകണം, അല്ലെങ്കിൽ ഗേറ്റ് അടയ്ക്കും. പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതുകൊണ്ട് ഇതുവഴി കടന്നു പോകുന്നവർ വെള്ളവും ഭക്ഷണവുമൊക്കെ സ്റ്റീൽ പാത്രങ്ങളിൽ കരുതുകയും വേണം. ഈ യാത്രയ്ക്ക് പോരുമ്പോൾ നമ്മുടെ തിരിച്ചറിയൽ കാർഡും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത രസീതുമൊക്കെ നിർബന്ധമായും കയ്യിൽ കരുതണം. ഇനി ഇവിടെ നിന്നും അഴുതമേട് കയറ്റം ആരംഭിക്കുകയാണ്. ആ കാഴ്ചകളുമായി അടുത്ത ഭാഗത്തിൽ കാണാം.